ഇങ്ങനെയും വേണ്ടി വന്നിരിക്കുകയാണ്. സാധാരണ മുനിസിപ്പൽ കൗൺസിലുകളിൽ ഭരണം നടത്തേണ്ട അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയുമായി എത്തേണ്ടി വന്നിട്ടുള്ളത്. ഇത് ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരവും കൂടുതൽ ഫണ്ടും അനുവദിക്കുക എന്നതാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകിയ സർക്കാരുകളും ചെയ്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ തദ്ദേശ ഭരണ മേഖല രാജ്യം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടൊരു മേഖലയാണ്. നാം നടപ്പാക്കിയ ജനകീയ ആസൂത്രണം അത് 25 വർഷം പിന്നിട്ട കാലമാണിത്. അതിലൂടെ ആസൂത്രണ രംഗത്തും പദ്ധതികൾ നടപ്പാക്കുന്നതിലും തീർത്തും വ്യത്യസ്തമായ സമീപനമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങളും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നടത്തിയ പ്രവർത്തനത്തിലൂടെ നാടാകെയും വൻ കുതിപ്പാണ് നേടിയത്. വലിയ തോതിൽ പദ്ധതികൾ നടപ്പായപ്പോൾ കേരളത്തിന്റെ വലിയ വളർച്ചയ്ക്ക് അതൊരു വഴിയായി മാറുകയായിരുന്നു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനമാണ്. എന്നാൽ UDF എല്ലാ കാലത്തും ഇതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ഇന്നലെ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. സാധാരണ പറയുന്നത് പോലെ തന്നെയാണ് ഇന്നലെയും അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അസംബ്ലിയിൽ ആ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങള് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെ എന്തായിരുന്നു കേരളത്തിൽ സംഭവിച്ചത് എന്നത് വിശദീകരിച്ചതാണ്. അദ്ദേഹം ഇന്നലെ ആവർത്തിക്കുന്നതായി കണ്ടത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട അവസാന ഗഡു നൽകാതെയാണ് പോയത് എന്നാണ്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കുള്ളൊരു പ്രത്യേകത വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള ജാള്യതയും അദ്ദേഹത്തിന് കാണുന്നില്ല. താൻ വഹിക്കുന്ന സ്ഥാനത്തിന്റെ പ്രത്യേകത മറന്നുകൊണ്ടാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വസ്തുത? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. LDF സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വിഹിതം ശരിയായ രീതിയിൽ തന്നെ നൽകുന്നതിന് തീരുമാനിച്ചു. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ ഭാഗമായുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ പ്രശ്നം വരുന്നത്. അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം
എന്ന നില വന്നു. ഇതൊരു പുതിയ കാര്യമല്ല. പുതുതായി ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം നൽകുന്നതല്ല. തീർത്തും ഭരണപരമായ നടപടികളാണ്. കേന്ദ്രം സംസ്ഥാനത്ത് നൽകേണ്ട തുക, സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ട തുക, ഇതെല്ലാം അതിൻ്റേതായ വഴിക്ക് നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് തടസ്സമായി നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലപ്പെട്ടവർ ഈ ഘട്ടത്തിൽ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് തടയുന്ന സ്ഥിതി വന്നു. LDF സർക്കാർ കാശുണ്ട്, കാശ് മാറ്റിവെച്ചിരിക്കുന്നു, അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പറ്റില്ല എന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു. എന്നാൽ സാധാരണ നിലയിൽ അത്തരത്തിൽ ഒരു ഗഡു കൊടുക്കാതിരുന്നാൽ അത് സർക്കാർ തന്നെ കയ്യിൽ വെക്കുക എന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. LDF സർക്കാർ ഒരു ഘട്ടത്തിലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല.